21 നോ ബോളിനെ പറ്റിയിട്ടുള്ള കേട്ടോ. അപ്പോൾ അതിൽ മോഡ് ഓഫ് ഡെലിവറി അമ്പയർ ഷാൽ അസർട്ടൈൻ വെദർ ദ ബോളർ ഇൻറ്റൻസ് ടു ബോൾ റൈറ്റ് ഹാൻഡഡ് ഓർ ലെഫ്റ്റ് ഹാൻഡഡ് ഓർ റൗണ്ട് ദ വിക്കറ്റ് ആൻഡ് ഷാൽ സോ ഇൻഫോം ദ സ്ട്രൈക്കർ. അപ്പോൾ ബോൾ ചെയ്യുമ്പോൾ മെയിനായിട്ട് എല്ലാവർക്കും പൊതുവെയുള്ളൊരു സംശയമാണ്, നമുക്ക് സ്പിൻ അറിയാമോ ഫാസ്റ്റ് അറിയാമോ? ശരിക്കും അതിലൊന്നും ഒരു കാര്യമില്ല. ലെഫ്റ്റ് ഹാൻഡാണോ റൈറ്റ് ഹാൻഡാണോ എന്ന് പറയണം, ഓവർ ദ വിക്കറ്റാണോ റൗണ്ട് ദ വിക്കറ്റാണോ എറിയണേ എന്നുള്ള കേസും പറയണം. ഇത് രണ്ട് അമ്പയറെ നോട്ടിഫൈ ചെയ്തിട്ട് നമുക്ക് അറിയാം. ഓരോ ബോളിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് മാറി ഇടുകയാണെങ്കിൽ അത് അമ്പയറിനോട് പറയും ഇങ്ങനെയാണ് അറിയാൻ പോണേ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. അത് ഫാസ്റ്റ് ബോളാണോ സ്പിന്നാണോ ലെഗ് സ്പിന്നാണോ ഒന്നും ഒരു വിഷയമല്ല. ഇനി ഇറ്റ് ഈസ് അൺഫെയർ ഇഫ് ദ ബോളർ ഫെയിൽസ് ടു നോട്ടിഫൈ ദ അമ്പയർ ഓഫ് എ ചേഞ്ച് ഇൻ ഹിസ് മോഡ് ഓഫ് ഡെലിവറി. അതായത് ഇങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ള കേസ് പറയാതെ, അതായത് റൈറ്റ് ആം ഓവർ എന്ന് പറഞ്ഞിട്ട് അടുത്ത ബോൾ ഒന്നും പറയാണ്ട് ലെഫ്റ്റ് ആം വെച്ച് എറിഞ്ഞ് കഴിഞ്ഞാൽ നോ ബോൾ പിടിക്കാം. അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. അണ്ടർ ആം ബോളിംഗ് ഷാൽ നോട്ട് ബി പെർമിറ്റഡ് എക്സെപ്റ്റ് ബൈ സ്പെഷ്യൽ അഗ്രിമെൻറ്റ് ബിഫോർ ദ മാച്ച്. സ്പെഷ്യൽ അഗ്രിമെൻറ്റ് ബിഫോർ ദ മാച്ച് ഒക്കെ പ്ലേയിങ് കണ്ടീഷനിൽ വരുന്ന, അല്ലാണ്ട് അണ്ടർ ആം നമ്മുടെ ഇതിൽ വരില്ല എന്തായാലും. ഓക്കെ. പിന്നെ ഫെയർ ഡെലിവറി ദ ആം. ഫോർ ഡെലിവറി ടു ബി ഫെയർ ഇൻ റെസ്പെക്ട് ഓഫ് ദ ആം ദ ബോൾ മസ്റ്റ് നോട്ട് ബി ത്രോൺ. ബോൾ എറിയണ നോ ബോൾ വിളിക്കുമല്ലോ, അത് പാടില്ല. എ ബോൾ ഈസ് ഫെയർലി ഡെലിവേർഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ആം ഇഫ് വൺസ് ദ ബോളേഴ്സ് ആം ഹാസ് റീച്ച് ദ ലെവൽ ഓഫ് ദ ഷോൾഡർ ഇൻ ദ ഡെലിവറി സ്വിംഗ് ദ എൽബോ ജോയിൻറ്റ് ഈസ് നോട്ട് സ്ട്രൈറ്റൻ പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഫ്രം ദാറ്റ് ഇൻസ്റ്റൻറ്റ് അൺടിൽ ദ ബോൾ ഹാസ് ലെഫ്റ്റ് ദ ഹാൻഡ്. അതായത് നമ്മൾ ബോൾ ചെയ്യുമ്പോൾ എൽബോ മുട്ട് ഒന്നുമില്ലെങ്കിൽ ഫുള്ളി സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ പാർഷ്യലി ഇതാണെങ്കിൽ അങ്ങനെ. അല്ലാണ്ട് അതിൽ വേറെ ചേഞ്ച്, മുട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബെൻഡിങ് വരാൻ പാടില്ല. അതാണ് അതിൻ്റെ അത് ഉദ്ദേശിക്കുന്നത്. നോർമൽ ബെൻഡ് അല്ലാതെ നമ്മൾ മുട്ട് മടക്കി എറിയരുത്. പട്ടി എറിയാന്നൊക്കെ പറയില്ലേ, ആ സംഭവം വരുന്നത് അറിയാവുന്ന കാര്യങ്ങളാണ്. കൈ മടക്കി എറിയുന്നൊരു ഇതിനാണ് നോ ബോൾ വരുന്നത്. ദിസ് ഡെഫിനിഷൻ ഷാൽ നോട്ട് ഡീബാർ എ ബോളർ ഫ്രം ഫ്ലെക്സിങ് ഓർ റൊട്ടേറ്റിംഗ് ദ റിസ്റ്റ് ഇൻ ദ ഡെലിവറി സ്വിംഗ്. അപ്പോൾ നമ്മുടെ റിസ്റ്റ് ചെയ്യാം കേട്ടോ, റിസ്റ്റ് റൊട്ടേറ്റും അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ എൽബോവിൻ്റെ അവിടെയാണ് മെയിൻ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഓൾദോ ഇറ്റ് ഈസ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് സ്ട്രൈക്കർ ആൻഡ് അമ്പയർ ടു accept the fairness of a delivery in respect, there is nothing in the law to debar the bowlers and umpire from calling and signaling no ball if she considers that the ball has been thrown. അപ്പോൾ ഇത് നമ്മുടെ ആക്ഷൻ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഈ മടക്കണ്ടോ ഇല്ലെന്ന് ആർക്കറിയാൻ പറ്റുക? സ്ട്രൈക്കറിൻ്റെ അമ്പയർ, ബാറ്റിങ്ങിൻ്റെ അമ്പയറിനെ മനസ്സിലാവാൻ സാധ്യത. എന്ന് വെച്ചാൽ മറ്റേ ആൾക്ക് വിളിക്കാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ല, അയാൾക്ക് വേണമെങ്കിൽ വിളിക്കാം എന്നാണ് പറഞ്ഞത്. ബോൾ ത്രോൺ ഓർ ഡെലിവേർഡ് അണ്ടർ ആം ആക്ഷൻ ബൈ അമ്പയേഴ്സ് after the bowler has entered his delivery style if in the opinion of the either umpire the ball has been thrown or unless permitted by the agreement delivered under the umpire shall call and signal no ball, and when the ball is dead inform the other umpire of the reason for the call. അപ്പോൾ കൈ മടങ്ങിയെന്നോ അത് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടറാമായിട്ടൊക്കെ പോയി അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അമ്പയറിന് നോ ബോൾ വിളിക്കാം. എന്നിട്ട് അത് ഐദർ മറ്റേ അമ്പയറിനോട് ഇൻഫോം ചെയ്യാം അതിൻ്റെ കൈ മടങ്ങിക്കൊണ്ടാണ് വിളിച്ചതെന്നുള്ള കേസ്. അപ്പോൾ ബോളേഴ്സ് ആൻഡ് അമ്പയർ ഷാൽ ദെൻ വാൺ ദ ബോളറിനോട് പറയണം ഇൻഡിക്കേറ്റ് ദാറ്റ് ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ദ വാർണിംഗ് ഷാൽ അപ്ലൈ ടു ദ ബോളർ ത്രൂ ഔട്ട് ദ ഇന്നിങ്സ്. അപ്പോൾ ഇത് ആദ്യത്തെ അവസാനത്തെ വാർണിംഗ് ആണ്. ഇത് ഇന്നൊരു പ്രാവശ്യം കൂടി വിളിച്ച് ഡീബാർ ചെയ്യാനുള്ളൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വാർണിംഗ് ത്രൂ ഔട്ട് ദ ഇന്നിങ്സ് വാലിഡ് ആണെന്ന് പറയും. ഇൻഫോം ദ ക്യാപ്റ്റൻ ഓഫ് ദ ഫീൽഡിംഗ് സൈഡ് ഓഫ് ദ റീസൺ ഓഫ് ആക്ഷൻ. ഫീൽഡിംഗ് സൈഡിൻ്റെ ക്യാപ്റ്റനോടും കാര്യം പറയണം, ബാറ്ററിൻ്റെ അടുത്തും കാര്യം പറയണം. ഇഫ് ഐദർ അമ്പയർ കൺസിഡർ ദാറ്റ് ദ ഇന്നിങ്സ് in that innings a further delivery by the same bowler is thrown or unless permitted by the agreement delivered under arm and signal no ball, and when the ball is dead inform the other umpire the reason for the goal. അപ്പോൾ ഏതെങ്കിലും ഇനിയും ആ സെയിം ബോളർ ഡെലിവറി ഇതേപോലത്തെ ഏതെങ്കിലും ഒഫൻസ് വന്നാൽ കൈ മടക്കി എറിയുന്ന അപ്പോഴും നോ ബോൾ വിളിക്കുക. എന്നിട്ട് അടുത്ത അമ്പയറിൻ്റെ അടുത്തും പറയുക കാര്യം. എന്നിട്ട് the bowler and umpire then shall direct the captain of the fielding side to suspend the bowler. അപ്പോൾ മോനെ ഇവനെ ഇനി എറിയാൻ പറ്റില്ല എന്ന് ക്യാപ്റ്റനോട് പറയണം. ദ ഓവർ ഷാൽ ഇഫ് ആപ്ലിക്കബിൾ ബി കംപ്ലീറ്റഡ് ബൈ അതർ. വേറൊരു ബോളർ വന്ന് ബാക്കി എറിയാനുള്ള ബോൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ 2 ബോൾ എറിഞ്ഞു, 3ാമത്തെ ബോൾ നോ ബോളായിരുന്നു. അപ്പോൾ നേരത്തെ ഇനി മുന്നത്തെ ഓവറിന് നോ ബോൾ വിളിച്ചെന്നു. ഏത് നോ ബോളാണ്? എൻ്റെ കൈ മടങ്ങിയിട്ടുള്ള നോ ബോളില്ലേ അതാട്ടോ പറയുന്നത്. മറ്റേ നോ ബോൾ അത്രയും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൂടാതെ വേസ്റ്റ് കൈ അപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കേസിനൊക്കെ നോ ബോൾ വിളിക്കുന്നുണ്ട്, അതൊക്കെ വരുന്നുണ്ട് പറയാം. എന്നിട്ട് വേറൊരു ബോൾ
ബോളറെ കൊണ്ട് എറിയാം. ഹൂ ഷാൽ നൈദർ ഹാവ് ബോൾ ദ പ്രീവിയസ് ഓവർ, കഴിഞ്ഞ ഓവർ എറിഞ്ഞാൽ ആ ബോളറെ വിളിച്ച് എറിയാൻ പറ്റില്ല എന്ന് വെച്ചാൽ അപ്പോൾ അയാൾക്ക് അടുപ്പിച്ച് ഓവറായി പോകില്ല. ഓർ പാർട്ട് ഓഫ് ദർ ഓഫ് നോർ ബി അലൗഡ് ടു ബോൾ എനി പാർട്ട് ഓഫ് ദ നെക്സ്റ്റ് ഓവർ. അപ്പോൾ ഇനി എറിയാൻ പോണ ആൾക്ക് കഴിഞ്ഞ ഓവർ ഉണ്ടാകാൻ പാടില്ല, അടുത്ത ഓവർ എറിയാനും പറ്റില്ല. ആ ഒരു സംഭവം കൂടി നോക്കണം. ദ ബോളർ ദ സസ്പെൻഡ് ഷാൽ നോട്ട് ബോൾ അഗെയിൻ ഇൻ ദാറ്റ് ഇന്നിങ്സ്. ആ ബോളറുടെ ആ ഇതിലെ വെടി തീർന്നു, അയാൾക്ക് ഇനി എറിയാൻ പറ്റില്ല. Inform the batters at the wicket and as soon as practicable the captain of the batting side of the reason of his action. അപ്പോൾ ബാറ്റേഴ്സിൻ്റെ അടുത്തും പിന്നെ ബാറ്റിംഗ് സൈഡിൻ്റെ ആളുടെ അടുത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ഐഡിയ കൊടുക്കണം അമ്പയേഴ്സ്. അമ്പയേഴ്സ് ടുഗദർ റിപ്പോർട്ട് ദ ഒക്കറൻസ് ആസ് വെൽ ആസ് പോസിബിൾ ആഫ്റ്റർ ദ മാച്ച് ടു ദ എക്സിക്യൂട്ടീവ് ഓഫ് ഒഫൻഡിങ് സൈഡ്. അപ്പോൾ അവരുടെ മാനേജേഴ്സോ ഒഫൻഡിങ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ നോബോൾ പറഞ്ഞ ആ പുള്ളിയുടെ ടീമിൻ്റെ സൈഡിലെ ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് അവിടുത്തെ ഗവർണിംഗ് ബോഡിയുടെ അടുത്തും മറ്റേ മാച്ചിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഗവർണിംഗ് ബോഡി ഏതാണോ, ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ആരാണോ എന്താണോ അവരോടും പറയും ഇതാണ് സംഭവം ചെയ്തത്. എന്നിട്ട് ആക്ഷൻ ഈസ് കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ്, ഹൂ ഷാൽ ടേക്ക് സച്ച് ആക്ഷൻ ആസ് ഈസ് കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് അഗൻസ്റ്റ് ദ ക്യാപ്റ്റൻ ഓർ എനി അതർ ഇൻഡിവിജ്വൽ കൺസേൺ ഇഫ് അപ്രോപ്രിയേറ്റ് ടു ദ ടീം. ഇപ്പോൾ ടീമിനാണോ ക്യാപ്റ്റനാണോ ആർക്കാണോ അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത് അവർക്ക് അതിൻ്റെ നടപടി കൊടുക്കുക. ബോളർ ത്രോയിങ് ടുവേർഡ്സ് സ്ട്രൈക്കേഴ്സ് ആൻഡ് ബിഫോർ ദ ഡെലിവറി. ഇഫ് ദ ബോളർ ത്രോസ്, ബോള് സ്ട്രൈക്കർ എൻഡിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ നോ ബോൾ ആൻഡ് ദ പ്രൊസീജിയർ സ്റ്റേറ്റഡ് ഷാൽ നോട്ട് അപ്ലൈ അവർ അമ്പയർ ഷാൽ കോൾ ആൻഡ് സിഗ്നൽ ഡെഡ് ബോൾ. അപ്പോൾ നോ ബോൾ അല്ല, പക്ഷേ ഡെഡ് വിളിക്കാം. ഫെയർ ഡെലിവറി ദ ഫീറ്റ്. ഇനി അടുത്ത ഫീറ്റ് നമ്മുടെ കാല് വെച്ചുള്ള നോ ബോൾ ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുക. ഫോർ എ ഡെലിവറി ടു ബി ഫെയർ ഇൻ റെസ്പെക്ട് ഓഫ് ദ ഫീറ്റ് ഇൻ ദ ഡെലിവറി സ്ട്രൈഡ് ദ ബോളർസ് ഫുട്ട് ബാക്ക് ഫുട്ട് മസ്റ്റ് ലാൻഡ് വിത്തിൻ ആൻഡ് നോട്ട് ടച്ചിങ് ദ ക്രീസ് അപ്പനിങ് ടു ഹിസ് സ്റ്റേറ്റഡ് മോഡ് ഓഫ് ഡെലിവറി. അപ്പോൾ ക്രീസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞപ്പോൾ പറയുന്നു അമ്പയറിനെ ഫേസ് ചെയ്യുന്ന പാർട്ടാണ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ എയറിലെങ്കിലും നിൽക്കണം അതിൻ്റെ ഫുട്ടിൻ്റെ കുറച്ച് പാർട്ട്, ഫ്രണ്ട് ഫുട്ടിൻ്റെ കേട്ടോ, ടു ബി പ്രിസൈസ് ഫ്രണ്ട് ഫുട്ട്. രണ്ട് ക്രീസ് ഉണ്ട്, പോപ്പിംഗ് ക്രീസ്, റിട്ടേൺ ക്രീസ്. അതിൽ പോപ്പിംഗ് ക്രീസ് അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള വരെയാണ് പോപ്പിംഗ് ക്രീസ്. സൈഡിലുള്ള വൈഡ് ലൈനല്ല, വൈഡ് ലൈൻ ഒരു റെഫറൻസിന് വേണ്ടിയുള്ള അതല്ലാണ്ട് ഒരു ലൈൻ ഉണ്ട്, അതിനാൽ റിട്ടേൺ ക്രീസ് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ക്രീസിൻ്റെ ഇതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ബേസിക്കലി ഈ പറയാൻ പോകുന്ന റൂൾസ് ഇത്രേ ഉള്ളൂ. ഫ്രണ്ട് ഫുട്ട് നോ എന്ന് പറയുമ്പോൾ എന്താ, ആ വരയുടെ പുറത്ത് മൊത്തത്തിൽ ഫുട്ട് ആയി പോയി കഴിഞ്ഞാൽ അത് നോബോൾ. അറ്റ്ലീസ്റ്റ് എറിയുന്ന ഒരു സെക്കൻഡ് ആ മൂമെൻറ്റിൽ കാലിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും ആ വരയുടെ മുകളിലായിട്ടോ അല്ലെങ്കിൽ വരയുടെ ഇപ്പുറത്ത് അകത്തേക്ക് അമ്പയറിൻ ഫേസിങ് എൻഡിലേക്ക് അകത്തേക്ക് എങ്കിലും വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. ദ ബോൾ ബാക്ക് ഫുട്ട് മസ്റ്റ് ലാൻഡ് വിത്തിൻ ആൻഡ് നോട്ട് ടച്ചിങ് ദ റിട്ടേൺ ക്രീസ് അപ്പർട്ടൈനിങ് ടു ഹിസ് സ്റ്റേറ്റ് മോഡ് ഓഫ് ഡെലിവറി. അപ്പോൾ റിട്ടേൺ ക്രീസിന് സൈഡിലുള്ള ക്രീസിൽ ബാക്ക് ഫുട്ട് ടച്ച് ചെയ്യാൻ പാടില്ല, അതാണ് ഫസ്റ്റ് പറഞ്ഞത്. ദ ബോളേഴ്സ് ഫ്രണ്ട് ഫുട്ട് മസ്റ്റ് ലാൻഡ് വിത്ത് സം പാർട്ട് ഓഫ് ദ ഫുട്ട് വെദർ ഗ്രൗണ്ട് ഓർ റേസ്ഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഇമാജിൻ ലൈൻ ജോയിനിങ് ടു മിഡിൽ സ്റ്റെംസ് ആസ് ദ റിട്ടേൺ ക്രീസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, മറ്റേ ഫ്രണ്ട് ഫുട്ട് നോ വിളിക്കാൻ സാധ്യത നമ്മുടെ ഫുട്ട് മൊത്തത്തിൽ ക്രീസിൻ്റെ പുറത്തായി പോകുന്ന കേസാണ്. ഏതെങ്കിലും ഒരു പാർട്ട് അകത്തോ അല്ലെങ്കിൽ നമ്മുടെ കാല് പൊക്കി വയ്ക്കുമ്പോഴെങ്കിലും അതിൻ്റെ അവിടെ വേണം എന്നുള്ളൊരു കേസ് അതിൽ മനസ്സിലാക്കുക. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട് ഫുട്ട് ബാക്ക് ഫുട്ട് എന്ന് പറഞ്ഞ രണ്ട് ഇത് കാണാം. അപ്പോൾ ആ റെഡ് അതായത് വേറെ ഒന്നുമില്ല, ഇതൊക്കെ നോയല്ല, കാരണം അകത്ത് ക്രീസ്. ഇപ്പോൾ ഇതാണ് ഫ്രണ്ട് ഫുട്ടെന്ന് വെച്ചാൽ, ഇതാണ് പോപ്പിംഗ് ക്രീസ്, ഈ സൈഡിലാണ് റിട്ടേൺ ക്രീസ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ടച്ചായിട്ടുണ്ടെങ്കിൽ അതായത് ബാക്ക് ഫുട്ട്, ഇവിടുത്തെ ബാക്ക് ഫുട്ട് ടച്ചായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് എന്ന് എഴുതിയിട്ട് ബാക്ക് ഫുട്ട് എന്ന് എഴുതിയിട്ട്, അപ്പോൾ ഫ്രണ്ട് ഫുട്ട് റിട്ടേൺ ക്രീസിൽ ടച്ചായാലും വിഷയമില്ല, ബാക്ക് ഫുട്ട് ടച്ചായാലാണ് വിഷയം. അതേപോലെ ഫ്രണ്ട് ഫുട്ട് മറ്റേ പോപ്പിംഗ് ക്രീസിൻ്റെ ഇവിടെ എഴുതിയിരിക്കുന്ന പോപ്പിംഗ് ക്രീസ് എഴുതിയിട്ട് റിട്ടേൺ ക്രീസ് ചെയ്യുന്നത് അതിൻ്റെ പുറത്ത് പോയാൽ അത് നോ ബോൾ വിളിക്കും. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ സംഭവം ഇത്ര ഉണ്ട്. ഈ ലൈനിൻ്റെ തിക്നെസ് ഉണ്ടോ, ഇപ്പോൾ ഇയാൾ വച്ചേക്കണം പുറത്താണ്, അതെന്തായാലും നോ ബോളാണ്. പക്ഷേ നമ്മുടെ ഇൻസൈഡ് ഈ പോയിൻറ്റിൻ്റെ അകത്ത് ഏതെങ്കിലും പാർട്ടോ അവിടെ എറിയാൻ നേരത്ത് പൊങ്ങി നിന്നാലും മതി, അതിൻ്റെ അകത്ത് പാർട്ടുണ്ടായാൽ അത് നോ ബോളായിട്ട് കരുതില്ല. ഇതും നോ ബോൾ വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കാണുമ്പോൾ നമ്മുടെ ലൈനിലുണ്ടെന്ന് വയ്ക്കും, പക്ഷേ നമ്മൾ സൂം ചെയ്താൽ എന്താ ഇതാണ് ലൈൻ. ആക്ച്വലി
ഇതിന് ഇത്ര തിക്നെസ് ഉണ്ടെന്നുള്ളൂ. ഇതാണ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇയാളുടെ ഫുഡ് കുറച്ച് ഇപ്പുറത്തെങ്കിലും വരാൻ അറ്റ്ലീസ്റ്റ് അവിടെ റേസ് ചെയ്തെങ്കിലും നിൽക്കണമായിരുന്നു. അപ്പോൾ ഇത് നോ ബോളായിട്ട് വിളിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ഇമാജിനറി ലൈൻ ജോയിനിങ് ദി ടു മിഡിൽ സ്റ്റെംസ് ആസ് ദ റിട്ടേൺ ക്രീസ്. അതായത് നമ്മൾ എറിയുമ്പോൾ നമ്മുടെ സ്റ്റെം ടു സ്റ്റെം ഒരു ഇമാജിനറി ലൈൻ ഉണ്ടെന്ന് വയ്ക്കുക. ആ ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ടൈമിൽ ഫുഡ് ലാൻഡ് ചെയ്താലും നോ ബോളായിട്ട് വിളിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോപ്പിംഗ് ക്രീസിൻ്റെ അകത്ത് വരണം എന്നുള്ള ആ കാര്യങ്ങൾ. അപ്പോൾ അമ്പയറിന് ഏതെങ്കിലും ഈ പറഞ്ഞ കണ്ടീഷൻ സെറ്റ് അല്ലെങ്കിൽ നോ ബോൾ വിളിക്കാം എന്നുള്ളൊരു കേസാണ് പറയുന്നത്. ബോളർ ബ്രേക്കിംഗ് ദ വിക്കറ്റ് ഇൻ ദ ഡെലിവറി. ഇപ്പോൾ ബോൾ എറിയുമ്പോഴത്തേക്കും കൈ തട്ടുന്നു, മറ്റേ നമ്മുടെ സ്റ്റെമ്പിൽ പോയി കൈ തട്ടി ബെയിൽസ് എറിക്കുകയോ അല്ലെങ്കിൽ ബെയിൽസ് എറിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മങ്കാടി എന്ന കേസിലൊക്കെ, അതല്ലാത്ത കേസിൽ നമ്മൾ ബോൾ ചെയ്യുമ്പോൾ അറിയാതൊക്കെ കാല് കെട്ടോ എന്തെങ്കിലും തട്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ എന്നിട്ട് ടവലോ എന്തെങ്കിലും തട്ടിയിട്ട് സ്റ്റെമ്പ് തെറിച്ച് കഴിഞ്ഞാൽ അത് നോ ബോൾ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അതാണ് അതിൽ പറഞ്ഞത്, ഇഫ് ദ ബോൾ ഈസ് ഡെലിവേർഡ് ആൻഡ് ഇഫ് ദ നോൺ സ്ട്രൈക്കർ ഈസ് നോട്ട് ഡിസ്മിസ്ഡ്, മങ്കാടി ചെയ്യപ്പെടാത്തൊരവസ്ഥ, ഐദർ അമ്പയർ ഷാൽ കോൾ, ഏതെങ്കിലും അമ്പയറിന് വിളിക്കാം നോ ബോൾ ഇഫ് ദ ബോളർ ബ്രേക്സ് ദ വിക്കറ്റ് അറ്റ് എനി ടൈം ആഫ്റ്റർ ദ ബോൾ കംസ് ഇൻ ടു പ്ലേ ആൻഡ് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ സ്ട്രൈഡ് ആഫ്റ്റർ ദ ഡെലിവറി സ്ട്രൈഡ്. അപ്പോൾ ബോളറിന് ഇങ്ങനെ മാറുന്ന ടൈമിൽ സ്റ്റെമ്പ് തട്ടി കഴിഞ്ഞാൽ വിളിക്കാം. അപ്പോൾ ഇത് ഷാൽ ഇൻക്ലൂഡ് ഇൻ ക്ലോത്തിങ് ഓർ ഒബ്ജക്ട് ദാറ്റ് ഫാൾസ് ഫ്രം പേഴ്സൺ ആൻഡ് ബ്രേക്സ് ദ വിക്കറ്റ്. അയാളുടെ ടവല് തെറിച്ച് തൊപ്പിയിട്ട് എറിഞ്ഞു, അത് തെറിച്ച് പോയാലും ഈ പറഞ്ഞ സാധനം വിളിക്കാം. പിന്നെ അപ്പൻഡിക്സിൽ അതിൻ്റെ കുറച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ബോൾ ബൗൺസിങ് മോർ ദാൻ വൺസ്, റോളിങ് അലോങ് ദ ഗ്രൗണ്ട് ഓർ ദ പിച്ച് ഓഫ് ദ പിച്ച്. അപ്പോൾ നമ്മൾ ബോൾ ചെയ്യുമ്പോൾ 2 കുത്തി ക്രീസിനും അടുത്ത പോപ്പിംഗ് ക്രീസിനും 2 കുത്തിയാൽ നോ ബോൾ വിളിക്കാം. ഷാൽ കോൾ ആൻഡ് സിഗ്നൽ നോ ബോൾ ഇഫ് ദ ബോൾ വിച്ച് ഹി ടു ഹാവ് ഡെലിവേർഡ് വിതൗട്ട് ഹാവിംഗ് പ്രീവിയസ്ലി ടച്ച് ബാറ്റ് ഓർ പേഴ്സൺ ഓഫ് ദ സ്ട്രൈക്കർ ബൗൺസസ് മോർ ദാൻ വൺ ഓർ റോൾസ് അലോങ് ദ ഗ്രൗണ്ട്. ബോൾ എറിഞ്ഞ് അത് റോൾ ചെയ്ത് ഇങ്ങനെ പോയാലും പോപ്പിംഗ് ക്രീസിൽ എത്തണതിനുമ്പോൾ ചെയ്താലും ഇത് നോ ബോൾ വിളിക്കാം. പിച്ചസ് വോളി ഓർ പാർഷ്യലി ഓഫ് ദ പിച്ച് പറഞ്ഞാൽ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിനപ്പുറം പുറത്ത് പിച്ച് ചെയ്താലും അതിന് നോ ബോൾ വിളിക്കാം. ഫോർ ഇറ്റ് റീച്ചസ് ദ ലൈൻ ഓഫ് ദ സ്ട്രൈക്കേഴ്സ് വിക്കറ്റിൻ്റെ അടുത്ത് എത്തണതിന് മുമ്പ്. പിന്നെ നോൺ ടർഫ് പിച്ച് ഈസ് ബീങ് യൂസ്, ദിസ് വിൽ അപ്ലൈ ടു എനി ബോൾ ദാറ്റ് വോളി ഓർ പാർഷ്യൽ പിച്ചസ് ഓഫ് ദ ആർട്ടിഫിഷ്യൽ സർഫസ്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്ത മാറ്റിംഗ് വിക്കറ്റിലൊക്കെ മാറ്റിൻ്റെ പുറത്ത് കുത്തിയാൽ നോ ബോൾ വിളിക്കാറുണ്ട്. ബോൾ കോസിങ് ദ സ്ട്രൈക്കർ ടു ലീവ് ദ പിച്ച് ഓർ ദ ബോൾ കമ്മിങ് ടു റെസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് സ്ട്രൈക്കേഴ്സ് വിക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഫ് ദ ബോൾ ഡെലിവറി ബൈ ദ ബോളർ കംസ് ഇൻ ടു റെസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലൈൻ ഓഫ് ദ സ്ട്രൈക്കേഴ്സ് വിക്കറ്റ് ഓർ ഈസ് സോ ഫാർ ഫ്രം ദ പിച്ച് ദാറ്റ് സ്ട്രൈക്കർ വുഡ് നീഡ് ടു ലീവ് ദ പിച്ച് ടു അറ്റംപ്റ്റ് ടു പ്ലേ ദ ബോൾ without having previously touched the bat or person of the striker, the umpire shall call and signal ball and immediately call and signal dead ball. അപ്പോൾ ബോളറിനു അതവിടെ വന്ന് സ്ട്രൈക്കറിന് വളരെ മുമ്പായിട്ടൊക്കെ നിൽക്കുന്നു, എന്നിട്ട് അയാൾക്ക് അവിടെ നിന്ന് കളിക്കാണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് വന്നു. ബോൾ ഇങ്ങനെ നിന്ന് പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നോ ബോൾ വിളിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ഡെഡും വിളിക്കും. കാരണം അതവിടെ ഉരുണ്ടിങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രൈക്കർ പോയി അവിടെ അടിച്ച് ഒന്നും കളയാനൊന്നും സമ്മതിക്കില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. Fielder intercepting a delivery if except in circumstances 27.3 വരാൻ പോകുന്നുള്ളൂ. പൊസിഷൻ ഓഫ് വിക്കറ്റ്, a ball delivered by the bowler makes contact with any part of the fielder's person before it makes contact with the striker, batter person or it passes the striker's wicket, the umpire shall call no ball and immediately call and signal dead. അതായത് വേറൊന്നുമല്ല, നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഫീൽഡേഴ്സിനെ വെക്കില്ലേ, സപ്പോസ് സില്ലി പോയിൻ്റ് അങ്ങനെയുള്ള ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചേക്കുന്നു. അപ്പോൾ ബോൾ ചെയ്യുമ്പോഴത്തേക്കും ഫീൽഡറിൻ്റെ മേത്തൊന്ന് വരഞ്ഞിട്ട് ആണ് ബാറ്റ്സ്മാൻ്റെ അപ്പുറം കയറി പോയെങ്കിൽ അത് നോ ബോളായിട്ട് വിളിക്കും. വേറെ ഫീൽഡറിൻ്റെ മേത്ത് കൊണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഉടനെ അത് ഡെഡ് ബോൾ അപ്പം തന്നെ വിളിക്കുകയും ചെയ്യും. അപ്പം നോ ബോളിൻ്റെ റണ്ണ് കിട്ടും, അതാണ് ഉദ്ദേശിച്ചത്. ബോൾ ബൗൺസിങ് ഓവർ ഹെഡ് ഹൈറ്റ് ഓഫ് ദ സ്ട്രൈക്കർ. അപ്പോൾ അമ്പയർ ഷാൽ കോൾ ആൻഡ് സിഗ്നൽ ബോൾ ഇഫ് ഫോർ എനി ഡെലിവറി വിച്ച് ആഫ്റ്റർ പിച്ചിങ് പാസസ് ഓർ വുഡ് ഹാവ് പാസസ് ഓവർ ഹെഡ് ഹൈറ്റ് ഓഫ് സ്ട്രൈക്കർ സ്റ്റാൻഡിങ് അപ്രൈറ്റ് അറ്റ് ദ പോപ്പിംഗ് ക്രീസ്. അതായത് സ്ട്രൈക്കർ നേരെ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലയുടെ മുകളിലേക്കാളൊക്കെ പോകുന്ന ഹൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആനെ നോ ബോളായിട്ട് അത് വിളിക്കും. ബോൾ ബൗൺസിങ് ഓവർ ഹെഡ്. കോൾ ഓഫ് നോ ബോൾ ഫോർ ഇൻഫ്രിഗ്മെൻറ്റ് ഓഫ് അതർ ലോസ്. ഇൻ അഡീഷൻ ടു ഇൻസ്റ്റൻസ് അബവ്, നോ ബോൾ ഈസ് ഓൾസോ കോൾഡ് ആൻഡ് സിഗ്നൽഡ് ആസ് റിക്വയർഡ് ബൈ ദ ഫോളോയിങ്. വേറെ പല കാരണത്താൽ നോ ബോൾ വിളിക്കാം. വേറെ ഒന്ന് വിക്കറ്റ് കീപ്പറിൻ്റെ പൊസിഷൻ മാറിപ്പോണ കേസ് അത് വിശദമായിട്ട് പറയുന്നുണ്ട്. വേറെ ഡിഫറെൻറ്റ് ലോസിലാട്ടോ അത് പറയുന്നത്. ഇത് 27-ാമത്തേലും ലിമിറ്റേഷൻ ഓഫ് ഓൺ സൈഡിൽ എത്ര ഫീൽഡർ വേണമെന്നൊക്കെ ഉണ്ട്. അത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നോ ബോൾ വിളിക്കാം. ഫീൽഡേഴ്സ് നോട്ട് എൻക്രോച്ച്, പിച്ചിലേക്ക് ഫീൽഡേഴ്സ് കയറി വന്ന് അതിന് നോ ബോൾ വിളിക്കാം. ബോളിംഗ് ഓഫ് ഡേഞ്ചേഴ്സ് അൺഫെയർ ഷോർട്ട് പിച്ച് ബോളിലൊക്കെ നോ ബോൾ വിളിക്കുന്ന നിയമങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഡെലിബറേറ്റ് ഫ്രണ്ട് ഫുട്ട് നോ ബോൾ എറിയണതിനും അത് നോ ബോൾ എന്തായാലും വിളിക്കും. അതുകൂടാതെ അതിന് വേറെ പെനാൽറ്റി പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നോ ബോൾ വിളിച്ചത് റിവോക്ക് ചെയ്യുന്ന ചില ഇൻസ്റ്റൻസസ് ആണ് പറയുന്നത്. അപ്പോൾ കോളിംഗ് ആൻഡ് സിഗ്നലിംഗ് ഡെഡ് ബോൾ എന്നിട്ട് ഡെഡ് ബോളായിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നോ ബോൾ ടു ഓവർ റൈഡ് വൈഡ്, അതായത് ചില സിഗ്നൽസ് മെയിൻ പൊസിഷൻ കോൾ ഓഫ് നോ ബോൾ ഷാൽ ഓവർ റൈഡ് ദ കോൾ ഓഫ് വൈഡ് അറ്റ് എനി ടൈം. അതായത് ഒരാൾ എറിഞ്ഞു ഫ്രണ്ട് ഫുട്ട് നോ ആണെന്ന് ചോദിക്കുക, ആ ബോൾ വൈഡ് പോയി, അപ്പോൾ അത് വൈഡും നോവും രണ്ടും കൊടുക്കില്ല, നോ ബോളായിട്ട് വരും. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ബോൾ നോട്ട് ഡെഡ്, ദ ബോൾ ഡസ് നോട്ട് ബിക്കം ഡെഡ് ഓൺ ദ കോൾ ഓഫ് നോ ബോൾ. അപ്പോൾ നോ ബോൾ എറിഞ്ഞിട്ട് 6 ഒക്കെ അടിക്കില്ലേ, അല്ലെങ്കിൽ 4 അടിക്കുക, അല്ലെങ്കിൽ റൺസ് ഓടില്ലേ, അപ്പോൾ അത് ഡെഡ് ആവില്ല ആ സമയത്ത്. പെനാൽറ്റി ഫോർ നോ ബോൾ, എ പെനാൽറ്റി ഓഫ് 1 റൺ ഷാൽ ബി അവോർഡ് ഇൻസ്റ്റൻറ്റ്ലി ഓൺ കോൾ ഓഫ് നോ ബോൾ. അറിയാമല്ലോ, നോ ബോൾ വിളിക്കുമ്പോൾ 1 റൺ എടുക്കും. അൺലെസ് ഗോൾ ഈസ് റിവോക്ക് ദ പെനാൽറ്റി ഷാൽ സ്റ്റാൻഡ്. കോൾ തിരിച്ച് വിളിക്കാത്ത പക്ഷം റൺ പോയി. ഇഫ് എ ബാറ്ററി ഈവൻ ഇഫ് ദ ബാറ്ററി ഈസ് ഡിസ്മിസ്ഡ്, ബാറ്ററി ഡിസ്മിസ് ചെയ്താലും റണ്ണ് ഉണ്ടാവും. ഇറ്റ് ഷാൽ ബി ഇൻ അഡീഷൻ ടു എനി അതർ റൺ സ്കോർഡ്, എനി ബൗണ്ടറി അലൗൺസ് ആൻഡ് എനി അതർ അവാർഡ് ഫോർ പെനൽറ്റി. അപ്പോൾ ഈ നോ ബോൾ ഉണ്ടാവും, പ്ലസ് ബാക്കി 4 അടിച്ചിട്ടുണ്ടെങ്കിൽ 4, റണ്ണൗട്ടായിട്ടുണ്ടെങ്കിൽ ഔട്ടായി. അതങ്ങനെ ആ 1 റൺ എന്തായാലും കിട്ടും. 6 അടിച്ചാൽ 6+1 കിട്ടും, പെനാൽറ്റി ഉണ്ടെങ്കിൽ അത് +1 കിട്ടും. അതൊക്കെയാണ് പറയുന്നത്. റൺസ് റിസൾട്ടിങ് ഫ്രം എ നോ ബോൾ ഹൗസ് സ്കോർഡ്. 1 റൺ പെനാൽറ്റി ഷാൽ ബി സ്കോർഡ് ആസ് എ നോ ബോൾ എക്സ്ട്രാ ആൻഡ് ഷാൽ ബി ഡെബിറ്റഡ് അഗൻസ്റ്റ് ദ ബോളർ. ബോളർക്ക് എതിരെ ആണല്ലോ, ഉള്ള അക്കൗണ്ടിലാണല്ലോ പോകുന്നത് നോ ബോൾ. ഇഫ് അതർ പെനാൽറ്റി റൺസ് ഹാവ് ബീൻ അവാർഡഡ് ടു ഐദർ സൈഡ് ദി ഷാൽ ബി സ്കോർഡ് ആസ് സ്റ്റേറ്റഡ് ഇൻ ലോ 41 പോയിൻറ്റ്സ്. വേറെ പെനാൽറ്റി റൺസ് ബോളർക്ക് തന്നെ വരുന്നില്ല, പക്ഷേ ഈ നോ ബോൾ എന്തായാലും ഉള്ളതല്ലേ വരും. എനി റൺസ് കംപ്ലീറ്റഡ് ബൈ ദ ബാറ്റേഴ്സ് ഓർ ബൗണ്ടറി അലൗൻസ് ഷാൽ ബി ക്രെഡിറ്റഡ് ടു ദ സ്ട്രൈക്കർ ഇഫ് ദ ബോൾ ഹാസ് ബീൻ സ്ട്രക്ക് ബൈ ദ ബാറ്റ്, അതർവൈസ് ദേ ഷാൽ ബി സ്കോർഡ് ആസ് ബൈസ് ഓർ ലെഗ് ബൈസ്. അപ്പോൾ നോ ബോൾ 6 അടിച്ചാൽ 6 റൺ ആൾക്ക് കിട്ടും, 1 റൺ ബൈലുവും ബോളറിൻ്റെ പേരിൽ എന്തായാലും 6+1 7 റണ്ണും പോവും. നോ ബോൾ നോട്ട് ടു കൗണ്ട്, നോ ബോൾ ഷാൽ നോട്ട് കൗണ്ട് ആസ് 1 ഓഫ് ദ ഓവർ. അതറിയാമല്ലോ, ബോളറിൻ്റെ ഓവറിലെ എണ്ണമായിട്ട് കൂട്ടില്ലല്ലോ എന്തായാലും. ഔട്ട് ഫോർ എ നോ ബോൾ, വെൻ നോ ബോൾ ഹാസ് ബീൻ കോൾഡ് നൈദർ ബാറ്റേഴ്സ് ഷുഡ് ബി ഔട്ട് അണ്ടർ എനി ഓഫ് ദ ലോസ് എക്സെപ്റ്റ് ഹിറ്റ് ദ ബോൾ ടോയ്സ് ഓഫ് സ്ട്രറ്റിംഗ് ദ ഫീൽഡോ റൺ ഔട്ടോ. ഇത് മൂന്നാണ് നോ ബോളിൻ്റെ ടൈമിൽ ഔട്ടാവാൻ സാധ്യത. ഏതൊക്കെയാണ്? ഹിറ്റ് ദ ബോൾ ടോയ്സ് 2 പ്രാവശ്യം അങ്ങനെ അടിക്കുന്ന കേസോ, ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡോ, അല്ലാണ്ട് റൺ ഔട്ട്. ബാക്കി ഒന്നിനും നോ ബോളിൽ ഔട്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇതാണ് 21ാമത്തെ ലോ, നോ ബോൾ.